ഞാനിവിടെ ബീഫ് കൊണ്ട് സ്റ്റ്യൂ ആണ് ഉണ്ടാക്കിയത് കേട്ടോ. കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഗരം മസാല ഇട്ട് കൊടുക്കുക. അതിലേക്ക് 2 സവോള, വലിയ സവോള തിന്നരിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ കൂടി ചേർത്ത് കൊടുത്ത് നല്ല ഫ്ലേവർ കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം ഒരു 15 ഗ്രാം വെച്ചെടുത്തിട്ടുണ്ട്. അതും കൂടിയിട്ട് നല്ലപോലെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇനി ബീഫ് ചേർത്ത് കൊടുക്കാം. 1 കിലോ ബീഫാണ് എടുത്തത്. ഇതിലേക്ക് 2ാം പാലും കൂടി ചേർത്ത് നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഒരു 90% വെന്ത് കിട്ടുമ്പോൾ അതിലേക്ക് പൊട്ടറ്റോയും ക്യാരറ്റ് വേണമെന്നില്ല, നിർബന്ധമില്ല. പൊട്ടറ്റോ മാത്രമായിരുന്നാലും മതി കേട്ടോ. അതുകൂടി ചേർത്ത് ഒരു വിസിലൂടെ കേൾപ്പിക്കുമ്പോഴത്തേക്കും അത് വെന്ത് കിട്ടും. ലാസ്റ്റ് നമുക്ക് 1ാം പാൽ കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത്, പിന്നെ അധികം തിളപ്പിക്കേണ്ട, കുരുമുളക് പൊടി, വൈറ്റ് പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ അത് മതി, ഇല്ലെങ്കിൽ ബ്ലാക്ക് പെപ്പർ പൗഡർ, എന്നിട്ട് ലാസ്റ്റ് മല്ലിയിലയും കൂടി ചേർത്ത് അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇതിൻ്റെ കൂടെ ഗീ റൈസാണ് ഉണ്ടാക്കിയത്, പിന്നെ വെണ്ടയ്ക്ക മുളക് ഇട്ടുണ്ടായിരുന്നു.